الحمد لله الواحد القهار العزيز الغفار غافر الذنب وقابل التوب شديد العقاب ذي الطول نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا മാന്യ സഹോദരങ്ങളെ, സമയം വളരെ ഏറെ വൈകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം മൂലം ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാനും ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹീത സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകി. അൽഹംദുലില്ലാഹ്. വളരെ സുദീർഘമായ ഫലപ്രദമായ പ്രസൻറ്റേഷൻ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ബഹുമാന്യ സുഹൃത്ത് ഇബ്രാഹിം പൊറ്റങ്ങൽ അവറുകളുടെ പ്രസൻറ്റേഷൻ, അതിനു മുമ്പ് നടന്ന സംസാരങ്ങളും. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽസിനുണ്ടാകേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ പ്രധാനമായും വിഷയീഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പല കാര്യങ്ങളും ഉയർന്നു വന്നു. നമുക്ക് മൊത്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും പ്രൊഫഷണൽ എന്നോ നോൺ പ്രൊഫഷണൽ എന്നോ വ്യത്യാസമില്ലാതെ ബഹുഭൂരിഭാഗം ആളുകളും ഡാർക്ക്നെസ്സിലാണ്, അഥവാ അന്ധകാരത്തിലാണ്. ഈ അന്ധകാരത്തിൽ നിന്നും അവരെ വെളിച്ചത്തിലേക്ക് നയിക്കണം. ഈ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള വെളിച്ചം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച സഹോദരങ്ങൾ പറഞ്ഞു, ഇൽമാണ് ഏറ്റവും പ്രധാനം, അറിവാണ് ഏറ്റവും പ്രധാനം. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിത്തൗട്ട് നോളജ്, നമ്മളൊരു കാര്യത്തിൽ ഒരു ടാസ്കിനൊരിക്കലും നോളജ് ഇല്ലാതെ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രകാശം ലഭിക്കേണ്ടത് എന്തിൽ നിന്നാണ്? വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് മുഴുവനുമായി അവതരിപ്പിച്ച വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നമുക്കൊക്കെ വെളിച്ചം കിട്ടേണ്ടത്. പക്ഷെ ആ വെളിച്ചം എങ്ങനെ നമുക്ക് ലഭിക്കും, എന്താണ് വിശുദ്ധ ഖുർആൻ്റെ ദൗത്യം എന്നതിനെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്, സമയക്കുറവ് മൂലം. നമുക്ക് എന്തിനാണ് വിശുദ്ധ ഖുർആൻ എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ എന്ത് സംസാരിക്കുന്നു? ഞാൻ ഓതിവെച്ച ആയത്ത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വ
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനമാണ്. ഈ ഖുർആൻ നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ അഖ്വം, ഏറ്റവും ചൊവ്വായ അഥവാ ഫലവത്തായതിലേക്ക് മാർഗദർശനം നൽകുന്നു. അപ്പോൾ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം നൽകുക എന്നതാണ് നമ്പർ 1. എന്നിട്ടോ വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലുതായ പ്രതിഫലമുണ്ടെന്ന് അതവരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്ത് സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. ഇലൈക മുബാറകുൻ, അനുഗ്രഹീത ഗ്രന്ഥമാണ്. എന്തിന്? ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ഭുതരാകേണ്ടതിനും വേണ്ടി വളരെയേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കേവലം ഓതി പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥത്തിലുപരിയായി അത് മനുഷ്യരുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഈ ബുദ്ധിമാന്മാരാണ് എന്ന് അഭിനയിക്കുന്ന അല്ലെങ്കിൽ എന്ന് കരുതുന്ന ഈ ജനങ്ങൾ അവരുടെ ഉത്ഭുതതയ്ക്ക് വേണ്ടി, അപ്പോൾ ഉലുൽ അൽബാബ് എന്ന നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന, അപ്പോൾ പ്രൊഫഷണൽസിനെ പറ്റി പറയുമ്പോൾ പൊതുവേ സമൂഹത്തിനൊരു ധാരണ ഉണ്ടെന്ത് ഒരു നല്ല ബുദ്ധിമാന്മാരാണ്. പക്ഷേ ഈ ബുദ്ധിമാന്മാരായ ആളുകൾ പോലും എന്ത് ചെയ്യണം? ഉത്ഭുതരാകാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മ ലിൽ മുഅ്മിനീൻ. മറ്റൊന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയാണ്, ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശവും. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദ മിർ റബ്ബികും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സതുപദേശം. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ നെഞ്ചുകളിലുള്ളതിന് ഹൃദയ രോഗങ്ങൾക്ക് ശമനവുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? മനുഷ്യന്മാരുടെ ഹൃദയ രോഗങ്ങൾക്ക് ശമനമായി വന്നിട്ടുള്ള ഗ്രന്ഥമാണത്. വഹുദം വറഹ്മ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമായി വന്നിട്ടുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആനെ പറ്റി പറയുന്ന മറ്റൊന്ന്. എന്നിട്ട് പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് 6000-ലേറെ വചനങ്ങളുടെ വിശുദ്ധ ഖുർആൻ എനിക്കത് പഠനം സാധ്യമാണോ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും, അത് പഠിച്ച് മനസ്സിലാക്കൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്. പക്ഷേ ആർക്ക്? ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എന്നാൽ ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി വല്ലവരുമുണ്ടോ? ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരട്ടെ എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഓർമ്മിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെട്ട് വരുന്നുവെങ്കിൽ അവർക്ക് ഖുർആൻ എളുപ്പമാണ്, എങ്കിൽ അവർ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത്. ഇനി ഖുർആൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരുപാട് വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനെ വ്യതിരിക്തമായി ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണെന്ത്? തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഒരു ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. STJ 2796 എന്ന വണ്ടി പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. STJ 2796. അപ്പോൾ ഇത് സ്രഷ്ടാവിൽ നിന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്, സൃഷ്ടാവായ തമ്പുരാനിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് അവകാശപ്പെടുന്ന ഏക വേദഗ്രന്ഥം എന്താണ്? അത് ഖുർആൻ മാത്രമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ജനങ്ങൾക്ക് മൊത്തമായൊരു ഗൈഡൻസ് ആണ്, അതുപോലെ തന്നെ അതൊരു ഫുർഖാനാണ്, സത്യാസത്യ വിവേചകമാണ്. അപ്പോൾ അതാണ് നേരത്തെ നമ്മൾ സംസാരത്തിനൊക്കെ മനസ്സിലായൊരു കാര്യം. നോളജാണ് പവർ. അപ്പോൾ ഈ നോളജ്, ഒരു സംഗതി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള സത്യാസത്യ വിവേചകം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ എങ്ങനെ അതിനോട് നമ്മൾ അപ്രോച്ച് സ്വീകരിക്കണം എന്നാണ് നമ്മൾ
നോക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ഞാൻ സുദീർഘമായി സംസാരിക്കല്ല, അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഖുർആൻ്റെ ചാലഞ്ച് നമുക്കൊക്കെ അറിയാവുന്ന ഖുർആൻ്റെ വെല്ലുവിളിയാണെന്ത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ ഫഅതൂ ബിസൂറ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. സൂറത്തുൽ ബഖറയിലെ വെല്ലുവിളിയാണ്. ഇതിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരി. അപ്പോൾ പബ്ലിക്കിലേക്ക് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ, വിശുദ്ധ ഖുർആനുമായി പോകുമ്പോൾ നമുക്കുള്ളൊരു വലിയൊരു പവറാണെന്ത്? ഇതിന് സമാനമായി ആർക്കും ഒന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. അത് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ട ഒരു ഇസ്സത്താണ്, നമുക്ക് ഉണ്ടാകേണ്ട ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഈ ഒരു ഗ്രന്ഥത്തിന് തുല്യമായി മറ്റൊന്നും കാണാൻ സാധ്യമല്ല. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറൽ ലത്തി വഖൂദുഹൻ നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. മനുഷ്യന്മാരും ജിന്നും എല്ലാം ഒരുമിച്ച് കൂടിയാലും ഇതിന് സമാനമായ ഒരു സംഗതി കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇനി ഒന്ന് രണ്ട് ആയത്തുകൾ നമുക്ക് ചിന്തക്ക് വേണ്ടി ഇട്ട് തരുന്ന ഒന്ന് രണ്ട് ആയത്തുകൾ. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നമുക്കറിയാം പ്രവാചകന്മാർക്കൊക്കെ മുഅ്ജിസത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു. അമാനുഷിക ദൃഷ്ടാന്തമായി ജനങ്ങൾക്ക് മുമ്പിൽ ഇത് ദൈവിക ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മുഅ്ജിസത്തുകൾ വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടു പാമ്പാക്കി. അന്ന് ഫിർഔൻ വെല്ലുവിളിച്ച ആ വെല്ലുവിളിക്ക് ഉത്തരമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. പക്ഷെ അന്ന് ഫിർഔൻ ലോകത്തുള്ള മുഴുവൻ ജാലവിദ്യക്കാരെയും സാഹിര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെല്ലുവിളിച്ചത്. പക്ഷേ ഈ വടി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ട വടി പാമ്പായി എല്ലാ പാമ്പിനെയും വിഴുങ്ങി. പക്ഷെ ആ വിഴുങ്ങിയൊരു സംഗതി മുഴുവൻ സാഹിര്യങ്ങൾക്കും ബോധ്യപ്പെട്ടു എന്ത്? ഇതാണ് സത്യം. കാരണം എന്താ? അവർക്ക് എല്ലാ കഴിവും പരമാവധി കഴിവുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് മുമ്പിലാണെന്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ്റെ ഈ ഒഥൻറ്റിസിറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ഖുർആൻ വചനങ്ങൾ മതി. ഈ മുഴുവൻ ആളുകൾക്കും, അതൊരു ഗോളശാസ്ത്രജ്ഞനാവട്ടെ, അതല്ലെങ്കിൽ ഒരു ഓഷ്യനോഗ്രഫിയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആവട്ടെ, ഒരു ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ആളാവട്ടെ, എന്തായാലും അവർക്കൊക്കെ പറ്റുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനെ നമുക്ക് അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കൊടുക്കേണ്ട പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബീയിങ് പ്രൊഫഷണൽസ്, നമ്മളുടെ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ, പ്രൊഫഷണൽ എക്സലൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളോട് അവർക്ക് കൃത്യമായ വിശുദ്ധ ഖുർആൻ്റെ ആ വചനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന ധൈര്യം. എന്താണത്? ഇത് സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണെന്ന്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഓരോ സമയത്തും ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഫൈൻഡിങ്ങിനെ പോലും ചാലഞ്ച് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ തത്വങ്ങൾ നമുക്ക് അവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സനുരീഹിം ആയാതിന ഫിൽ ആഫാഖ്, അത് വിവിധ ദിക്കുകളിലാവട്ടെ സ്വന്തം ശരീരത്തിലാവട്ടെ, അത് കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിക്കൊണ്ട് അവർക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. നമ്മളെ പണി എത്രയേ ഉള്ളൂ? ഈ കൃത്യമായി വിശുദ്ധ ഖുർആൻ്റെ സന്ദേശം ഈ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇന്ന ഫീ ഖൽഖി സ്സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപകലുകൾ മാറി വരുന്നതിലൊക്കെ സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരുപാട് ആയത്തുകൾ നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ്. സൂറത്തുൽ മുൽക്കിലുള്ള ആയത്ത് എന്താ പറഞ്ഞത്? ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഈ ഒരു ആകാശഭൂമികൾ ഇങ്ങനെ തട്ടുകളായി ഉണ്ടാക്കിയ ആകാശങ്ങൾ, ഈ ആകാശങ്ങളിലേക്ക് കണ്ണോടിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും? നിൻ്റെ കണ്ണുകൾ തിരിച്ചു വരും, വളരെ ക്ഷീണിതയായി തിരിച്ചു വരും, വീണ്ടും കണ്ണുകളെ പായിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ന് ഇപ്പോൾ അസ്ട്രോണമേഴ്സിനോട് ചോദിച്ചാൽ ഈ ഒരു സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സോളാർ സിസ്റ്റം ഉൾക്കൊള്ളുന്ന ഗാലക്സി മിൽക്കി വേ, ഒരുപാട് ഗാലക്സികൾ, ഈ ഗാലക്സികളുടെ കൂട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്റർ പറഞ്ഞതോടുകൂടി നിന്നു. അസ്ട്രോണമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കണ്ടെത്താവുന്നതിൽ വെച്ച് ഏറ്റവും വലുത് ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്ററാണ്. പക്ഷെ ഒരു സത്യം എല്ലാവർക്കും അറിയാം, അതിലപ്പുറം വിശാലമായ ഈ മാക്രോ യൂണിവേഴ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാവരുടെ ഉണ്ട്. അപ്പോൾ അത്രയും അതിവിശാലമായ കണ്ണ് പായിച്ച് തിരിച്ച് ക്ഷീണിച്ചുകൊണ്ട് കണ്ണ് തിരിച്ചു വരുന്ന ഒരവസ്ഥയിലാണ് വാസ്തവത്തിൽ അസ്ട്രോണമി ഉള്ളത്. അപ്പോൾ അത്രയും വിശാലമായ ആകാശ ലോകത്തെക്കുറിച്ച് നമുക്ക് ആളുകളോട് സംവദിക്കാവുന്നതാണ്.
ഇനി ഖുർആനും സയൻസിലേക്കും വിശദമായി പോവുകയല്ല, അതിൻ്റെ ചില പോയിന്റ്സ് മാത്രം പറയാണ്. ഈ ഖുർആൻ ശാസ്ത്രവും നമ്മൾ ബന്ധിപ്പിച്ച് സംസാരിക്കുമ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രിസിഷൻ ഇൻ യൂസേജ് ഓഫ് വേർഡ്സ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും വളരെ കൃത്യമാണ്. ഇപ്പം ഞാനതിന് ഉദാഹരണമായി എടുത്തത് എന്താണ്? ഹ്യൂമൻ എംബ്രയോ, ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ കംപ്ലീറ്റ് വിവരണങ്ങൾ ഇന്നുള്ള എംബ്രിയോളജിസ്റ്റുകളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ഖുർആനുമായി വളരെയേറെ പൊരുത്തത്തിലാണ്. നമുക്കറിയാം കെയ്ത്തുമൂറിനെ പോലെയുള്ള എംബ്രിയോളജിസ്റ്റൊക്കെ അത് കൃത്യമായി വരച്ച് കാണിച്ചിട്ടുമുണ്ട്. അതുപോലെ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചൊക്കെ ഉള്ള അതിൽ പ്രിസിഷൻ ഓഫ് യൂസേജാണ്. മറ്റൊന്നെന്താണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോസസ് ഇൻ ദ പെർഫെക്റ്റ് ഓർഡർ. അപ്പോൾ അതിൽ ഒന്ന് റെയിൻ ക്ലൗഡാണ്. 10 രൂപത്തിലുള്ള മേഘങ്ങളാണ് ഉള്ളത് എന്ന് ഇപ്പോഴുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ മെറ്റീരിയോളജിസ്റ്റ് പറയുന്നുണ്ട്. 10 രൂപത്തിലുള്ള മേഘങ്ങളാണുള്ളത്. പക്ഷേ ഈ 10 മേഘങ്ങളിൽ 2 മേഘങ്ങൾ മാത്രമാണ് മഴ തരുന്ന മേഘങ്ങൾ. ഒന്നെന്താണ്? നിംബോ സ്ട്രാറ്റസും മറ്റൊന്നാണ് ക്യുമുലോ നിംബസും. നിംബോ സ്ട്രാറ്റസും ക്യുമുലോ നിംബസ്. നിംബസ് എന്ന് പറഞ്ഞാൽ മഴയാണ്. ഈ 2 മേഘങ്ങൾ മാത്രമാണ് മഴ തരുന്ന മേഘങ്ങൾ. പക്ഷേ ഈ 2 മഴ തരുന്ന മേഘങ്ങളും രണ്ട് രൂപത്തിലാണ് ഇത് രൂപപ്പെടുന്നതും. ഈ 2 രൂപത്തിലാണ് അതിൽ നിന്ന് മഴ വർഷിക്കുന്നതും. ഒന്നിൽ ശക്തമായ ഇടിനാദം, അതുപോലെ ശക്തമായ ഇടിമുഴക്കവും മിന്നലോട് കൂടിയുള്ള ആ മഴ അതെങ്ങനെ വരുന്നു? മിന്നലില്ലാത്ത ശാന്തമായ മഴ എങ്ങനെ വരുന്നു? ഈ 2 ആയത്തുകളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് സുബ്ഹാനല്ലാഹ് അത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മെറ്റീരിയലിസ്റ്റിൻ്റെ ഫൈൻഡിങ് അനുസരിച്ച് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്ന സ്റ്റെപ്സ് എക്സാക്ട്ലി ദ സെയിം. എല്ലാം ഒരേ രൂപത്തിലാണെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ ആ ഓർഡർ വളരെ പെർഫെക്റ്റ് ഓർഡറാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ്റെ ഒഥൻറ്റിസിറ്റി ആളുകളുടെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പറയേണ്ട ഒരു വസ്തുതയാണ് ഈ സംഗതികൾ. അതുപോലെ തന്നെ ഈ ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്മെൻറ്റേയും സ്റ്റേജസ്, ആ വിഷയത്തിൽ എന്താണ് പെർഫെക്റ്റ് ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ സംഗതി, ഒരു കാലത്തും സയൻസുമായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുമായി ഒരു കാരണവശാലും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യമുണ്ട് എന്നൊരിക്കലും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ സൂര്യനും സഞ്ചരിക്കുന്നു, വശംസു തജ്രീലി മുസ്തഖർ എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും സൂര്യനും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ എന്തല്ല, ഒരു കാരണവശാലും കോൺഫ്ലിക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോഴും എന്താണ് അത് ആ സയൻറ്റിഫിക് റിയാലിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റുമായി ഒരിക്കലും വിശുദ്ധ ഖുർആനെ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ സാധ്യമല്ല. മറ്റൊന്ന്, ഒരിക്കലും ഒബ്സലീറ്റായി നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തത്, സൃഷ്ടിച്ചത് പെയറായിക്കൊണ്ടാണ്. അത് ഇണകളിലാണ്, ഇണയായിട്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അതൊന്ന് എത്ര വലിയ ഫിസിക്സിലുള്ള പോസിട്രോണിനെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പറയുമ്പോഴൊക്കെ ഈ പെയർ എന്നുള്ള ആ കൺസെപ്റ്റ് ഒരിക്കലും അത് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിലെ കൺസെപ്റ്റ് ഒബ്സലീറ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ആ പീരിയഡിലുള്ള ജാഹിലിയ പീരിയഡിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനമൊന്നും വിശുദ്ധ ഖുർആനിൽ കടന്നു വന്നിട്ടില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരിക്കലും തന്നെ ഒരു മാനുഷിക സൃഷ്ടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ള ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്മെൻറ്റ് പറ്റി പറഞ്ഞു. ഒരു ജൂതൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് റസൂലുള്ള ആ നുത്ഫത്തുൻ അംഷാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ആ പുരുഷ ബീജവും അതുപോലെ സ്ത്രീ അണ്ടവും ചേർന്നുകൊണ്ട് ഉണ്ടാവുന്ന ആ ഹ്യൂമൻ എംബ്രിയോനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ അന്നേ പറഞ്ഞു. അപ്പോൾ അന്നുള്ള അന്ധവിശ്വാസം മുഴുവൻ എന്തായിരുന്നു? അത് ഒന്നുകിൽ സ്ത്രീ അണ്ടത്തിൽ നിന്ന് മാത്രമാണ് ഈ കുഞ്ഞ് രൂപപ്പെടുന്നത് എന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഒരു അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ്. അതുപോലെ പണ്ടുണ്ടായിരുന്ന റോങ് സയൻറ്റിഫിക് എന്ന് പറയപ്പെടുന്ന, ശാസ്ത്രീയമാണ് എന്ന് പറയപ്പെടുന്ന പഴയ കൺസെപ്റ്റ് അതൊരിക്കലും തന്നെ ഈ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ ചെറിയൊരു പ്രൊഫഷണൽസ് എന്നുള്ള നിലക്ക് നമുക്ക് നോക്കാവുന്ന ഒരു സംഗതിയാണ്, ഹിസ്റ്ററിയിൽ മൊത്തം ഡാർക്ക് ഏജ് എന്ന് പറയുന്ന സമയമാണെന്ത്
8th സെഞ്ച്വറി മുതൽ 8ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള ലോകം മുഴുവൻ ഒരു ഇരുണ്ട യുഗത്തിലാണ് എന്ന് പറഞ്ഞിരുന്ന ആ പീരീഡാണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഗോൾഡൻ ഏജ് ആയിരുന്നു. ഗോൾഡൻ ഏജ് ഫോർ മുസ്ലിംസ് ഇൻ സയൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയത് മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനൊരു കാരണമുണ്ടായിരുന്നു. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ ആയിരുന്നു അവർക്ക് പ്രചോദനം എന്നാണ്. അപ്പോൾ ഭൂമിയുടെ മുഴുവനും ആരം, റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു ഇതൊക്കെ മുസ്ലിങ്ങളാണ്. ഇതൊക്കെ അവരുടെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ഖുർആൻ്റെ പല കൽപ്പനകളുമായിരുന്നു അവർക്ക് പ്രചോദനമായി വന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തെ യഥാർത്ഥ സയൻറ്റിസ്റ്റായി അറിയപ്പെടുന്നത് ഇബ്നുൽ ഹൈത്തമാണ്. മുഹമ്മദ് മൂസ അൽ ഖാരിസ്മാണ് ആൾജിബ്രയുടെ വക്താവ്. തുടങ്ങിയിട്ട് ശാസ്ത്രീയ മേഖലകളുടെ അടിസ്ഥാനം പാകിയത് മുസ്ലിങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ അത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി വിശുദ്ധ ഖുർആൻ്റെ അപ്രോച്ച്, ഒരു സത്യവിശ്വാസിക്ക് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അനുഭവപ്പെടുക, അതേസമയം ഒരു സത്യനിഷേധിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് ഖുർആൻ തന്നെ പറയട്ടെ. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ്? ലില്ലദീന ആമനു ഹുദൻ വശിഫ. അതെന്താണ്? അത് സത്യവിശ്വാസികൾക്ക് ഹുദയാണ്, മാർഗദർശനമാണ്. അതുപോലെ അവർക്ക് ഷിഫ ആണ്, ശമന ഔഷധമാണ്, എല്ലാ നിലക്കുള്ള ഔഷധമാണ്. അവർക്കുള്ള എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണെന്ത്? വിശുദ്ധ ഖുർആൻ. എന്നാലോ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖർ വഹുവ അലൈഹിം അമ ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സത്യനിഷേധികൾക്ക്, വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരുടെ കാതുകളിൽ ഒരു തരം ഭദ്രതയുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുമായ ആളുകളിലേക്ക് പോകുമ്പോൾ ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സത്യനിഷേധികളായ ആളുകളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അവർക്കൊരു തരം ഭദ്രതയുണ്ട്. ആ ഭദ്രത അവരുടെ മേലൊരു അന്ധതയായിരിക്കുന്നു. എന്നിട്ടോ അവർ വിദൂരമായ ഏതോ സ്ഥലത്ത്, ഇപ്പം നമ്മൾ ദൂരെയുള്ള ഒരാളെ വിളിക്കുമ്പോൾ എങ്ങനെയാണോ അനുഭവപ്പെടുക, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്നല്ലാതെ എന്താണെന്ന് വ്യക്തമല്ലാത്ത രൂപത്തിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് മാത്രമാണ് ഈ സത്യനിഷേധികൾക്ക് അനുഭവപ്പെടുക എന്നാണ്. അപ്പോൾ ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്നു എന്ന പോലെയാകുന്നു അവരുടെ പ്രതികരണം എന്നാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശുദ്ധ ഖുർആൻ എങ്ങനെ അനുഭവപ്പെടുന്നു, നമുക്കതൊരു ഹുദയായും ഷിഫ ആയുമാണ് വിശുദ്ധ ഖുർആൻ അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കറിയാം ആരാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ കൽബ് വിറക്കൊള്ളും. മാത്രമല്ല ഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു, അവരുടെ മേൽ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ വായിച്ചു കേൾപ്പിച്ചാൽ എന്ത് ചെയ്യും? സാദത്ഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ പൂർണ്ണമായും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് സത്യവിശ്വാസികൾ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ സത്യവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു മെഷർമെൻ്റ് ആണെന്ത്? നമ്മൾ പലപ്പോഴും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPI ഒക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ഇൻഡിക്കേറ്ററാണ് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് തരുന്നത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുക. വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുമ്പം അതിനെ കൃത്യമായി ഉറ്റാലോചിക്കുകയും അത് ആലോചിച്ച് മനസ്സിലാക്കി അത് മുഖേന ഈമാൻ വർദ്ധിക്കുന്നു എങ്കിൽ അത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ അത് ഒരിക്കലും എന്നെ സ്വാധീനിക്കുന്നില്ല എന്ന് വന്നാൽ അത് നിഫാഖിൻ്റെ ലക്ഷണമാണ്, കാപട്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായി ഈമാൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന വിശ്വാസമാണെന്ത്? ഈമാൻ എന്നത് യസീദു വ യൻഖുസ്. നന്മകൾ ചെയ്ത് കൂട്ടുന്നതനുസരിച്ച് ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. ഒരിക്കലും ഒരാൾ വ്യഭിചരിക്കുകയില്ല അയാൾ വിശ്വാസി ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നതോടുകൂടി അയാളുടെ വിശ്വാസത്തിൽ കുറവ് വന്നു, കള്ളു കുടിക്കുന്നതോടുകൂടി അയാളുടെ വിശ്വാസത്തിൽ കുറവ് വന്നു. അപ്പം നമ്മളിൽ നിന്ന് വന്നു പോകുന്ന മുഴുവൻ കുറ്റങ്ങളും അതിലൂടെ നമ്മളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നു. ആ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു മാർഗം എന്താണ്? വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ്. ഖുർആൻ കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ സൂറത്തു ബഖറയുടെ തുടക്കം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് മാത്രമാണെന്ത്? ഹുദ എന്ന് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണെന്ത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്.
നമ്മളൊക്കെ മനസ്സിരുത്തേണ്ട വിഷയമാണ്. മുത്തഖീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഗുണം. ആർക്കാണ് വിശുദ്ധ ഖുർആൻ ഹുദയാവുക? അത് മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. ചില ആളുകൾ പറയാറുണ്ടെന്ത്, എനിക്ക് ബോധ്യപ്പെട്ട സംഗതികൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന സംഗതി, ബുദ്ധി കൊണ്ട് എനിക്ക് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത് വിശ്വാസിയുടെ ലക്ഷണമല്ല. ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന ഗുണം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയണമെന്നുള്ളത്. അപ്പം അത് ഈ വിശ്വാസം എന്താണ്, അന്ധവിശ്വാസം എന്താണ് എന്ന് നമ്മൾ വേർതിരിക്കുമ്പോൾ പല ആളുകൾക്കും വലിയ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം എന്നത് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാത്തതൊക്കെ അന്ധവിശ്വാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി മുഖേന കിട്ടിയ വിവരമനുസരിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അത് അപ്പടി വിശ്വസിക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയം. ഗൈബിയായ വിഷയങ്ങൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കാത്ത സംഗതിയാണ്. ഈ ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണെന്ത്, ഒരു മാറ്റർ, ഒരു കളിമൺ സത്ത് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ഭൗതിക സൃഷ്ടിയാണ്. തീ കൊണ്ടുണ്ടായ ജിന്ന് അതൊരു ഭൗതിക സൃഷ്ടിയാണ്. മലക്ക് പ്രകാശം കൊണ്ടുണ്ടായ, പ്രകാശം എന്നുള്ളൊരു എൻറ്റിറ്റി കൊണ്ടുണ്ടായ എന്താണ് മലക്ക്, അതൊരു ഭൗതിക സൃഷ്ടിയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ വേൾഡിൽ ഉൾക്കൊള്ളുന്നവരാണ് ഇതൊക്കെ. പക്ഷെ എന്താണ്, ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഇപ്പം എൻ്റെ കാഴ്ച ശക്തി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വയലറ്റിനും റെഡിനും ഇടയ്ക്കുള്ള ഈ വെബ്ജോർ മാത്രമാണെന്ത് മനുഷ്യൻ്റെ കാഴ്ചക്ക് പരിധിയുള്ളൂ. വയലറ്റിൻ്റെ അപ്പുറമുള്ളത് എനിക്ക് കാണൂല, ഞാൻ പറയും അത് അൾട്രാ വയലറ്റാണ്. റെഡിനപ്പുറമുള്ള ഫ്രീക്വൻസി ഞാൻ പറയുന്നത് അത് ഇൻഫ്രാറെഡാണ്, അതും കാണൂല. അപ്പോൾ റിമോട്ട് ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് കാണാത്ത, ഈ സൂര്യരശ്മികളിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കാണാത്ത ഞാൻ അന്ധനാണ് വാസ്തവത്തിൽ ഒരു വലിയൊരു മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന ഹദീസുകൾ നമുക്ക് കാണാം. എന്താ, നിങ്ങൾ ഒരു കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹിൻ്റെ ഫളിൽ നിങ്ങൾ ചോദിച്ചോളൂ. കാരണം എന്താ, അതൊരു മലക്കിനെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, ആ ഫ്രീക്വൻസി വ്യത്യാസമുണ്ട്. ഒരു കഴുത ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ നായ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയ്ത്താനിൽ നിന്ന് രക്ഷ തേടിക്കോളി. അതൊരു ഷെയ്ത്താനെ കണ്ടിട്ടാണ്. അപ്പോൾ ഷെയ്ത്താനെ കാണുന്ന ഫ്രീക്വൻസി ആർക്കുണ്ട്? ഈ നായക്കും അതുപോലെ കഴുതക്കുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഫ്രീക്വൻസി ഡിഫറൻസ് ഇതൊക്കെ എന്താണ്, മെറ്റീരിയൽ വേൾഡിലുള്ള ഓരോ സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ രൂപത്തിൽ കൊടുക്കുന്ന കഴിവുകളാണ്. അപ്പോൾ ഈ ഗൈബ് എന്നതിനൊക്കെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന ആ ഗൈബ്, അതിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾക്കാണെന്ത് ഈ വിശുദ്ധ ഖുർആൻ ഹുദ. വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്ന, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, കൊടുക്കുന്നതിൽ ചെലവഴിക്കാൻ കഴിയുന്ന ആളുകൾക്ക്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, എന്താണോ ഇറക്കപ്പെട്ടത് അതിൽ വിശ്വസിക്കുന്നവർ, വമാ ഉൻസില മിൻ ഖബ്ലിക്, മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടതിലൊക്കെ വിശ്വസിക്കുന്നവർ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആ ആഖിറത്തിൽ വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ, പരലോകമുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഹുദയാവുള്ളൂ അല്ലെങ്കിൽ ഗുണമുള്ളൂ എന്നാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഹുദ, അവരാണ് വിജയികളെന്ന്. നമ്മൾ വളരെയേറെ മനസ്സിരുത്തി വായിക്കേണ്ട സൂറത്തുൽ ബഖറയുടെ ആരംഭം മുതലുള്ള ഈ 5 ആയത്തുകൾ വളരെ പ്രധാനമാണ്. ആർക്കാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഹുദ കിട്ടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പലപ്പോഴും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കൂടെ നമസ്കരിക്കുന്ന സഹാബാക്കൾ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അതുപോലെ അബൂദാവൂദ് നസായി ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതുന്ന സമയത്ത് ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ, തസ്ബീഹിൻ്റെ ആയത്തുകൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് ചൊല്ലും, സബ്ബഹ. ഇദാ മർറ ബി സുആലിൻ സഅല, ഒരു ചോദ്യ രൂപത്തിൽ വരുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും. ഇദാ മർറ ബി തഅവ്വുദിൻ തഅവ്വദ, ഇനിയോ ശരണം തേടുന്ന ഒരു ആയത്ത് വരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എത്ര ലൈവായിരിക്കണം നമ്മളുടെ നമസ്കാരം എന്നുള്ള. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം എത്രത്തോളം നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കണം, എത്രത്തോളം അതിൻ്റെ അർത്ഥവുമായി നമ്മൾ ഇഴുകിച്ചേരണം എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് വാസ്തവത്തിൽ എന്ത് ഈ ഹദീസുകൾ. ലാ യമുറു ബി ആയത്തി റഹ്മത്തിൻ ഇല്ലാ വഖഫ. അപ്പോൾ റഹ്മത്തിൻ്റെ ആയത്തുകൾ
വരുമ്പോൾ ഇല്ല വഖഫ ഫസഅല വലാ യമറു ബി ആയത്തി അദാബിൻ ഇല്ല വഖഫ ഫതഅവദ. അപ്പോൾ റഹ്മത്തിൻ്റെ ആയത്തുകൾ വരുമ്പോഴും അതുപോലെ അദാബിൻ്റെ ആയത്തുകൾ വരുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള പ്രതികരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിരുന്നു എന്ന് സഹാബ കിറാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി വിശുദ്ധ ഖുർആൻ വരുത്തിയ മാറ്റങ്ങൾ ഒരുപാട് പറയാറുണ്ട്. ഞാൻ അതിൻ്റെക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ലബീദ് ആരാണ്? വലിയ കവിയാണ്. അപ്പോൾ കവിയായ ലബീദ് ഈ വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് വന്നു. നമുക്കറിയാം ഒരു സൂറത്തുൽ കൗസർ, ഇന്ന അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ ഒരു സൂറത്ത് വന്നപ്പോൾ മീമില്ലാത്ത സൂറത്താണ്. ഇംഗ്ലീഷിലെ ലെറ്റർ പോലെയാണെന്ത് അറബിക്കിലെ ലെറ്റർ മീം. ഇല്ലാതെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് എഴുതാൻ സാധ്യമല്ല. അതുപോലെ മീമില്ലാതെ അറബിയിലൊരു വാചകം എഴുതാൻ സാധ്യമല്ല. പക്ഷെ മീമില്ലാതെ ഒരു സൂറത്ത് വന്നപ്പോൾ അത് കഅബയുടെ മുകളിൽ എഴുതി വെച്ചു മുസ്ലിങ്ങൾ. ഇത് കണ്ടപ്പോൾ ഇവർ മുശ്രിക്കീങ്ങൾക്കാകെ ബേജാറായി ലബീദിനെ വിളിച്ചോണം. ഏറ്റവും വലിയ സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതനായി നിൽക്കുന്ന ലബീദിനോട് പറഞ്ഞു, എന്തെങ്കിലും ഇവിടെ എഴുതണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ മേലെ എഴുതണം എന്ന് പറഞ്ഞു. മീമില്ലാത്ത ഒരു വാചകത്തിൻ്റെ മേലെ എഴുതണം എന്ന്. ലബീദ് എന്ത് ചെയ്തു? അതിൻ്റെ താഴെ എഴുതി ലൈസ ഹാദ ഖൗലൽ ബശർ. അതിലെന്തില്ല? മീമില്ല. ലൈസ ഹാദ ഖൗലൽ ബശർ, ഇതൊരിക്കലും ഒരു മനുഷ്യൻ്റെ വചനമല്ല എന്നാണ് എന്ത് ചെയ്ത് ലബീദ് എഴുതിയത്. ലബീദ് മുസ്ലിമായി. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എങ്ങനെയായിരുന്നു ആ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കിയത് എന്ന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മളിൽ എന്ത് മാറ്റമാണ് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ആ വിശുദ്ധ ഖുർആൻ്റെ അവതരണം മക്കയിൽ ഇറങ്ങിയ മക്കിയായ സൂറത്തുകളിലൊക്കെ നമുക്ക് കാണാമെന്ത് അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. മദീനയിൽ ഇറങ്ങിയ സൂറത്തുകളിലാണ് അധികവും എൻ്റെ കർമ്മപരമായ ഹുക്കുമുകളൊക്കെ വരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഈ ഇറങ്ങിയത് വിശ്വാസപരമായ കാര്യങ്ങൾ ഇറങ്ങിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസപരമായി പരിവർത്തിപ്പിച്ചതിന് ശേഷമാണ് ഈ കർമ്മപരമായ കാര്യങ്ങൾ വന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവസാനം കർമ്മപരമായ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവനും തന്നെ ആ തിന്മയിൽ നിന്നും മാറിക്കൊണ്ട് നന്മയിലേക്ക് വരാൻ തയ്യാറായി. ഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മദീന തെരുവിലൂടെ കള്ളുകൾ ഒഴുകാൻ തുടങ്ങി. കാരണം കള്ള് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ കള്ളും പെണ്ണും ഇത് മുഴുവനും ഒഴിവാക്കി ഒറ്റ ആയത്ത് കൊണ്ട് അവരിലേക്ക് മാറ്റമുണ്ടാകാൻ കാരണം എന്താണ്? വിശ്വാസപരമായ പരിവർത്തനമാണ്. നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസപരമായ പരിവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളുടെ വിശ്വാസത്തെ മുഴുവനും മാറ്റിമറിക്കേണ്ടതുണ്ട് എന്നാണ്. വല്യദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുജൂബിഹിന്ന, ഒരു ആയത്താണെന്ത്? രാത്രിയാണ് ഈ ആയത്തിറങ്ങിയത്. സ്ത്രീകളോടായി പറഞ്ഞ ആയത്താണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ മക്കനകൾ മാറിടത്തിൽ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞ ഒരായത്ത് വന്നു. ഈ ആയത്ത് വന്ന ഉടൻ തന്നെ പുലർച്ചെ സുബഹിക്ക് പോകുന്ന സ്ത്രീകൾ അവർ കിട്ടിയ ഇലയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശിരോവസ്ത്രം തുന്നിച്ചേർത്ത് അവർ മാറിടത്തിൽ താഴ്ത്തിയിട്ടാണ് അവർ സുബഹിക്ക് പള്ളിയിൽ പോയതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ആയത്ത് നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മുടെ സഹോദരിമാരും നമ്മളുടെ മാതാക്കളും മക്കളും ഒക്കെ എന്ത് ചെയ്യണ്? ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഈ ആയത്ത് നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതം മാറ്റേണ്ടവരാണ് നമ്മൾ. അത് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മളാണ്. ആയത്തുൽ കുർസി, ഞാനിവിടെ ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത എന്താ പ്രത്യേകത? അഅ്ളമു ആയ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഅ്ളമായ ആയത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ചോദിച്ചു, ഏറ്റവും അഅ്ളമായ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ സഹാബി പറഞ്ഞു, എന്ത്? ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, അത് അഅ്ളമു ആയയാണ്, നീ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഇൽമിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. 5 നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അയാളുടെ സ്വർഗപ്രവേശത്തിന് തടസ്സമായി നിൽക്കുന്നത് മരണം മാത്രമാണെന്ന്. അതുപോലെ രാവിലെയുള്ള ദിക്റിൻ്റെ കൂടെ ആയത്തുൽ കുർസി ഓതിയാൽ വൈകിട്ട് വരെ അവർക്ക് പ്രൊട്ടക്ഷനാണ്. രാത്രി ഓതുന്നത് പിറ്റത്തെ ദിവസം വരെ എന്താണ്? പ്രൊട്ടക്ഷനാണ്. ഇത്രയും അധികം മഹത്തായ ഒരു ആയത്താണ്. പക്ഷേ ഈ ആയത്തിൽ എത്ര സംഗതികൾ പറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ കാര്യങ്ങളും, ഇതിൽ ഹുക്കുമുകളെക്കുറിച്ചൊന്നും പറയുന്നില്ല, കർമ്മപദത്തെക്കുറിച്ചല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്.
പക്ഷെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ജീവിതത്തിൽ പകർത്തിയാൽ ഈ മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിലുള്ള എല്ലാ വിഭാഗീയതയും അതോടുകൂടി അവസാനിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വിശദ അംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, ഒന്നാമത്തെ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊന്നുമില്ല. വേറെ ദൈവമില്ല എന്നല്ല, ആരാധിക്കപ്പെടുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്, പക്ഷേ ആരാധനക്ക് അർഹനായി അള്ളാഹു മാത്രമാണ്. ഇത് കൃത്യമായി ഈ മുസ്ലിം സമൂഹത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹം മുഴുവനും തന്നെ തൗഹീദിൽ ഏകോപിപ്പിച്ചതായി വരും. അൽ ഹയ്യുൽ ഖയ്യൂം ആരാണ്? ആ അള്ളാഹു, അവനല്ലാതെ ആരാധനക്കായി ആരുമില്ല. ജീവത്തായുള്ളവനാണ്, സർവ്വനിയന്താവായുള്ളവനാണ്. സ്വയം അവൻ്റെ വിഷയം മുഴുവനും അവനാണ് കൺട്രോൾ ചെയ്യുന്നത്, മറ്റുള്ള ആളുകളുടേതും അവനാണ് കൺട്രോൾ. ഈ ഹയ്യുൽ ഖയ്യൂം എന്നത് ഒരുപാട് പ്രാർത്ഥനകളിൽ വന്ന കാര്യമാണ്, അൽ ഹയ്യു വൽ ഖയ്യൂം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്നിട്ടോ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഒരു മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അപ്പോൾ ഈ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവ് എങ്ങനെ വ്യത്യസ്തനാണ്, ഈ യുണീക്നെസ് അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു ആയത്താണെന്ത്? ആയത്തുൽ കുർസി. അവൻ്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം, മുഴുവനും ഉടമപ്പെടുത്തുന്ന അവനാണ്. അപ്പം എൻ്റെ ഉടമ ആരല്ല? ഞാനല്ല. ഞാനാണ് ഉടമയെങ്കിൽ എൻ്റെ നിര ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്ത സംഗതിയാണ്. അപ്പം നിര ബാധിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ മരണപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ എൻ്റെ മുഴുവനും ഉടമപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഭൂമിയിലും ആകാശത്തിലുള്ളത് മുഴുവനും അവൻ്റേതാണ്, നമുക്കറിയാവുന്ന സംഗതിയാണ്. പക്ഷേ അതിൻ്റെ ഒരു യഖീനാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ആരുണ്ട് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ? മൻ യശ്ഫഅ, ആരാണ് ശുപാർശ ചെയ്യാനുള്ളത്? ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വിശ്വാസപരമായിട്ടുള്ള ഒരു വലിയൊരു അധപതനമാണെന്ത്? ശുപാർശകരായിട്ട് ഒരുപാട് ആളുകളുണ്ടാവുകൊണ്ട് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നോമ്പ് പോറ്റിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ശേഖന്മാർ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. എന്തൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഷഫാഅത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. ആ ഷഫാഅത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിമ്പിലുള്ളതും അവനറിയുന്നു. മുമ്പിലുള്ളതും പിമ്പിലുള്ളതും, ഫ്യൂച്ചർ ആവട്ടെ, കറണ്ട് ആവട്ടെ, പാസ്റ്റ് ആവട്ടെ, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ച് നമ്മൾ അറിയണം. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ഇങ്ങനെ കടൽക്കരയിലൂടെ നടന്ന് കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങി. ഈ കപ്പൽ യാത്രക്കിടയിൽ ഒരു പക്ഷി വന്നിട്ട് സമുദ്രത്തിലെ വെള്ളം കൊത്തി കുടിക്കുന്നത് കണ്ടപ്പോൾ ഖിദ്ർ പറഞ്ഞു, ഇതാ ഈ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഇതല്ലാതെ നമ്മളുടെ ഇൽമ്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് ഈ ബഹറിനെ ഉപമിക്കുമ്പോൾ ഈ പക്ഷി കൊത്തിയ ഇത് മാത്രമാണ് നമ്മളുടെ ഇൽമായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് വേണം. അവൻ്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചല്ലാതെ യാതൊന്നിനെക്കുറിച്ചും അവൻ സൂക്ഷ്മമായി അറിയുകയില്ല. വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഗൈബ് അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ശേഖന്മാരെ പറ്റി വിശ്വസിച്ചാൽ എന്തായി? വിശ്വാസത്തിൽ അവൻ വലിയ അക്രമമാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് അവൻ്റെ കുർസി പാദസ്ഥാനം മൗദിഉൽ ഖദമൈൻ, ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു, അവ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. ഈ കുർസിയെ കുറിച്ച് നമുക്ക് ഈ മാക്രോ യൂണിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയും അത് ഉൾക്കൊള്ളുന്ന സൗരയൂഥവും ഈ മിൽക്കി വേ ഗാലക്സിയും ഒരുപാട് ഗാലക്സികളുടെ കൂട്ടമായ ക്ലസ്റ്റർ ഓഫ് ക്ലസ്റ്ററും ഇതൊക്കെ ഈ വിശാലമായ ഈ ഒരു ആകാശത്തെക്കുറിച്ചും 7 സബ്അ സമാവാത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ കാണുന്ന ദുനിയനെ കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് ശാസ്ത്രം നടത്തുന്നത്. ഇത് 1-ാം ആകാശം. അതുപോലെ 2, 3, 4 അങ്ങനെ 7 ആകാശങ്ങളുണ്ട്. ഈ 7 ആകാശങ്ങളും ഭൂമിയേക്കാളും വിശാലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസി. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ കാണുന്ന വിശാലമായ മരുഭൂമിയിലേക്ക് എറിയപ്പെട്ട ഒരു വളയം മാത്രമാണെന്ത്? ഈ ആകാശ ഭൂമികളൊക്കെ കൂടി അള്ളാൻ്റെ കുർസിയുമായി ഉപമിക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഈ കാണുന്ന വിശാലമായ ഈ മരുഭൂമിയിൽ എറിയപ്പെട്ട ചെറിയൊരു വളയം മാത്രമാണ്. എന്നാലോ റസൂലുള്ളാഹി പറഞ്ഞു എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അർഷ് കുർസീനെ അപേക്ഷിച്ച് അതിവിശാലമാണ്. ഈ കാണുന്ന വലിയ ഈ മരുഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർഷാണെങ്കിൽ ഈ കാണുന്ന ചെറിയൊരു വളയം മാത്രമാണ് അള്ളാഹുവിൻ്റെ കുർസി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവരൊന്നും എന്ത് ചെയ്തില്ല, അള്ളാഹുവിനെ കണക്ക് പ്രകാരം
അള്ളാഹുവിനെ കണ്ടിട്ടില്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അള്ളാഹു എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിനെ അവരൊന്നും കണക്കാക്കിയിട്ടില്ല. പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗീയതക്കുള്ള അടിസ്ഥാനപരമായ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അള്ളാഹു ഇസ്തിവ ചെയ്തിരിക്കുന്നു, അവൻ്റെ കുർസിയിലേക്ക്, അവൻ്റെ അർഷിലേക്ക് ഇസ്തിവ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാവുമോ? ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വാചകം വളരെയേറെ പ്രശസ്തമാണ്. അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് പറഞ്ഞാൽ ആരോഹണം ചെയ്യുക എന്നത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. വൽ കൈഫു മജ്ഹൂലുൻ. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവ ചെയ്തത് എന്നെന്താണ് അറിയപ്പെടാത്തതാണ്. മജ്ഹൂലുൻ. വസ്സുആലു അൻഹു ബിദ്അ. അതിനെക്കുറിച്ചുള്ള ചോദ്യം ബിദ്അത്താണ്. എന്നാലോ വൽ ഈമാനു ബിഹി വാജിബ്. അത് വിശ്വസിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇത് ഗൈബിയായ മേഖലയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഗൈബിൽ വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഒരു മാർഗദർശനമായി മാറുന്നത് എന്നാണ്. അപ്പം നമ്മളുടെ ഈ കൺസെപ്റ്റിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മുഴുവനും ഡിലീറ്റ് ചെയ്തിട്ട് കൃത്യമായി വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്ന ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നാൽ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾ മുഴുവനും ഒന്നിക്കും. ഹബലുല്ല, അള്ളാഹുവിൻ്റെ ആ പാശത്തിൽ മുറുകെ പിടിക്കാനും സാധിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയോ അവ രണ്ടിൻ്റെയും സംരക്ഷണം അവനെ ഭാരപ്പെടുത്തുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഇതിൽ ഈ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ, 10 വിഷയങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആയത്തുൽ കുർസിയിലുള്ളത്. ഈ 10 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു പോയി വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷ എടുത്തുകൊണ്ട് വളരെ വ്യക്തമായി വായിക്കുകയും മനസ്സിരുത്തി മനസ്സിലാക്കുകയും വേണം. ഇതെന്ത് ചെയ്യും? നമ്മളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞ അഅ്ലമു ആയ, ഏറ്റവും മഹത്തായ ആയത്താണ് എന്ന് പറയാൻ. ഞാൻ ഏതാനും കുറച്ച് സ്ലൈഡുകൾ കൂടിയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഖുർആൻ നമ്മളെ യഥാർത്ഥ ലൈനിൽ ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ്. ഖുർആൻ പറഞ്ഞു അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും എല്ലാ നിലക്കും, ഏതൊരവസ്ഥയിലാവട്ടെ, കിടക്കുന്ന അവസ്ഥയിലാവട്ടെ, നിൽക്കുന്ന അവസ്ഥയിലാവട്ടെ, ഇരിക്കുന്ന അവസ്ഥയിലാവട്ടെ, ഒരു മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റേറ്റും പറഞ്ഞു. ആ സമയത്തൊക്കെ എന്ത് ചെയ്യാണ്? യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുക. എന്നിട്ടോ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്. ഈ കാണുന്ന ഈ ആകാശം ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഗാലക്സി എന്ന് പറയുമ്പോൾ കേവലം ഫോണ് മാത്രമേ ഇപ്പോൾ ആളുകൾക്ക് അറിയുള്ളൂ. ഈ കാണുന്ന മേലെ കാണുന്ന ആകാശം ഈ ഗാലക്സി ഒന്നും ആളുകൾക്ക് അറിയില്ല. കാരണം അതാ കീഴ്പോട്ട് മാത്രം നോക്കുന്നു, മേപ്പോട്ട് നോക്കുന്ന ഒരു സ്വഭാവം തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ യങ്ങർ ജനറേഷനിൽ ഇല്ലാതെ പോയി എന്നത് ദുഃഖകരമാണ്. ഏതായാലും അങ്ങനെ ഈ കാണുന്ന ആകാശഭൂമികളെക്കുറിച്ചുള്ള സൃഷ്ടിപ്പ്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഈ റിസർച്ചൊക്കെ ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളൊരു ക്ലിയർ ഇൻഡിക്കേഷൻ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തരുന്നത്. എങ്ങനെ നമ്മളുടെ ഈ അസ്ട്രോണമിയുടെ ഈ എക്സ്പ്ലോറേഷനും ഈ രൂപത്തിലുള്ള എല്ലാ വാന നിരീക്ഷണങ്ങളും ഒക്കെ അവസാനം എത്തിപ്പെടേണ്ടതൊരു റൈറ്റ് ഡയറക്ഷനിലാണ് എന്നുള്ള അതിലൂടെയൊക്കെ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി മനസ്സിലാക്കുക, അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക, ഈ വിശുദ്ധ ഖുർആൻ്റെ ഒതൻറ്റിസിറ്റിയെ മനസ്സിലാക്കുക. ഇതൊക്കെ ആവണമെന്ത് ഈ നമ്മളുടെ ഡയറക്റ്റ് തിങ്കിങ്ങിൻ്റെ റിസൾട്ട് എന്നാണ്. എന്നിട്ടോ ഈ റൈറ്റ് ഡയറക്ഷനിൽ ആലോചിച്ചിട്ടില്ലെങ്കിലോ കന്നുകാലികളെക്കാളും കഷ്ടമാണ് മനുഷ്യരെന്നാണെന്ത്. ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥ. എന്താ? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്കൊക്കെ നല്ല മൈൻഡുണ്ട്. ഈ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി നന്നായി ചിന്തിക്കാൻ കഴിയുന്ന, ആലോചിക്കാൻ കഴിയുന്ന കൽബുള്ള ആളുകളാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അധിക ആളുകൾക്ക് എന്തില്ല? അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യബ്സുറൂന ബിഹാ. കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റുപാട് കണ്ണോടിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം മുതൽ ഈ വാന നിരീക്ഷണം തുടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാം. ലാ യുബ്സിറൂന ബിഹാ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവന് കേൾക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവൻ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അത് കന്നുകാലികളെക്കാളും അധപതിച്ച ഒരവസ്ഥയിലാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അങ്ങനെയുള്ള ആളുകളാണെന്ത്? ശ്രദ്ധയില്ലാത്തവർ, ഗാഫിലിങ്ങൾ. നമ്മൾ വളരെയേറെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി പറയുമ്പോൾ ഇന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം, ഗാഫിലൂൻ, ശ്രദ്ധയില്ലാത്തവർ. അവരെ കയ്യിൽ കിതാബുണ്ട്,
അവരെ കയ്യിൽ ഈ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ആയത്തുകളുണ്ട്, കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ഇന്ന് കാണുന്ന ഈ മുഴുവൻ പ്രശ്നങ്ങളും, ഈ കേരളത്തിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ കിതാബിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സ്ഥലത്താണെന്ത് നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. അപ്പം ആ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണോ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി വിശുദ്ധ ഖുർആനും എല്ലാ ആളുകളും ഖുർആൻ പഠിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്, ഖുർആൻ ക്ലാസ്സുകൾ കുറേ നടക്കുന്നുണ്ട്, ഖുർആനെ വ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ കുറേ ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദുർവ്യാഖ്യാനം പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ശപിക്കപ്പെട്ട ആളുകളായിട്ട് റസൂലുള്ളാഹി എണ്ണിയതുണ്ട്. ഒരു ഖുർആനിലെ ആയത്തിനെ അതിൻ്റേതായിട്ടുള്ള വ്യാഖ്യാനത്തിനല്ലാതെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ശപിക്കപ്പെട്ടവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഖുർആനെ വിശദീകരിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്, വിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മുഴുവനും എന്താണ്? വഹയ്യാണ്. റസൂലുള്ളാഹിക്ക് വഹയി വിശുദ്ധ ഖുർആൻ മാത്രമല്ല, അതല്ലാതെ റസൂലുള്ളാഹിക്ക് വന്ന മുഴുവൻ വഹയും അതെന്താണ്? ഈ വിശുദ്ധ ഖുർആൻ്റെ വിവരണമാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വിവരണമായി റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ റസൂലുള്ള ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ സമൂഹം അതെങ്ങനെ മനസ്സിലാക്കി എന്ന് ആ രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമൂഹത്തിലുള്ള മുഴുവൻ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും അതോടുകൂടി ഇല്ലാതാവും. എങ്ങനെ? നമ്മളൊക്കെ എന്ത് ചെയ്യുക? ഈ കമ്പാർട്ട്മെൻ്റലൈസേഷന് വിധേയരാണ്. ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, സംഘടനകളുണ്ട് ഒരുപാട്. അതിനൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനെ വിശദീകരിച്ചു ആ പ്രൈമറി ഓഡിയൻസിന്. ആ പ്രൈമറി ഓഡിയൻസ് എങ്ങനെയാണത് മനസ്സിലാക്കിയത്, ആ രീതി, ആ മെത്തഡോളജി അവലംബിച്ചാൽ പിന്നെ പ്രശ്നമല്ല. ഈ സഹാബാക്കളെ ചീത്ത പറയുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ കുറിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്ത വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ്റെ സർട്ടിഫിക്കറ്റ് നിലനിൽക്കെ സഹാബാക്കളെ കുറിച്ച് ചീത്ത പറയുന്ന ആളുകൾ എങ്ങനെ ഇസ്ലാമിൻ്റെ ഭാഗമാകും? നമുക്കറിയാം, ഈ ഷിയാക്കളുടെ സ്ഥിതി കേവലം 3 സഹാബിമാരല്ലാതെ, അഹ്ലു ബൈത്തിന് പുറത്തുള്ള 3 പിന്നെ സഹാബിമാർ, സൽമാനുൽ ഫാരിസി, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള സഹാബിമാരല്ലാതെ മുഴുവൻ സഹാബാക്കളും എന്താണ്? കാഫിറാണ്. നഊദു ബില്ലാഹ്. സ്വർഗാവകാശികളാണെന്ന് പറഞ്ഞ അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളുകളൊക്കെ എന്താണ്? കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എങ്ങനെ അവർക്ക് ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ സാധിക്കും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസതഫ്തരിഖു ഉമ്മത്തി 73 ഫിർഖ, 73 വിഭാഗങ്ങളായി എൻ്റെ കൗമ് എന്നാണ് റസൂലുള്ളാഹിൻ്റെ പേര് ഉപയോഗിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പിരിയുന്ന. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു കൗമ ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? നരകത്തിലേക്കാണ്. ആരാണ്? മാ അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് മാർഗത്തിൽ നിലകൊള്ളുന്നുവോ ആ മാർഗം അവലംബിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഭാഗീയതയും അതോടുകൂടി പിന്നെ അവസാനിക്കുന്നുള്ള. വിശുദ്ധ ഖുർആൻ്റെ ഓരോ ആയത്ത് ഞാൻ ഉദാഹരണം പറയല്ല, ഏതാനും ചില ഇത് മാത്രം സൂചിപ്പിക്കുകയാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്ത വദ്ദമു വലഹ്മുൽ ഖിൻസീർ എന്ന് പറഞ്ഞ സൂറത്തുൽ മാഇദയിലുള്ള ആയത്ത്. അവർക്കെന്താണ്? ഈ പിന്നെ ചത്തത് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഖിൻസീറിൻ്റെ കൂടെ എണ്ണിയതാണെന്ത്? ദമും പിന്നെ മൈത്തത്തൊക്കെ. പക്ഷെ എന്നാൽ കടലിലുള്ള മത്സ്യം ഭക്ഷിക്കാൻ എന്താ നമുക്ക് തെളിവ്? വിശുദ്ധ ഖുർആനിൽ മുഴുവനും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തെളിവ് നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു എന്ത്? അതിന് എക്സംഷൻ. അപ്പോൾ ഒരു പൊതുവായൊരു നിയമം പറഞ്ഞാൽ അതിൽ എക്സെപ്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിശദീകരിക്കുമ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. അപ്പോൾ മത്സ്യം കഴിക്കണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹിൻ്റെ അടുത്തുനിന്നുള്ള സഹീഹായ ഹദീസ് സ്വീകരിക്കാതെ ഒരിക്കലും ഒരാൾക്ക് മത്സ്യം കഴിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ ചില വാദക്കാർ ഇന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞതാണ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, സൂറത്ത് അൻആമിലെ 82-ാമത്തെ ആയത്ത്. ഇത് അവതരിച്ചപ്പോൾ സഹാബ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും അന്യായം കലർത്താതിരിക്കുകയും, വിശ്വാസത്തോട് അന്യായം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ, അപ്പോൾ അവർക്കാണെന്തുള്ളത്? പ്രൊട്ടക്ഷൻ ഉള്ളത്. വഹും മുഹ്തദൂൻ, അവരാണെന്ത്? സന്മാർഗികൾ. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ ബേജാറായി. അവരാകെ ബേജാറായി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. അല്ല, ഏതെങ്കിലും നിലക്കൊരു അന്യായം ചെയ്യാത്തവരായി ഞങ്ങളിൽ ആരും ഇല്ലല്ലോ,
അപ്പം ഞങ്ങൾക്കൊന്നും ഹിദായത്ത് മുഹ്തദീങ്ങളിൽ ഞങ്ങൾ പെടൂല എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, അതിൻ്റെ വിശദീകരണം എങ്ങനെയാണിത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്, ഏറ്റവും വലിയ അക്രമമായ ഷിർക്കിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഷിർക്ക് കലർന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരണം നമ്മൾക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ആയത്തിനെ വിശദീകരിക്കാവുന്നതാണ്. അതുപോലെ കട്ടവൻ്റെ കൈ മുറിക്കണം എന്നാണ് ഐതിഹ്യഹുമ. അപ്പോൾ കട്ട ആളെ കൈ മുറിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മുറിക്കണം? അത് കൈ ഒന്നായിട്ട് മുറിക്കണോ? അതുപോലെ എന്ത് കട്ടാലും മുറിക്കണം? ഒരു പെൻസിൽ കട്ടാൽ അയാളെ കൈ മുറിക്കണോ? നമുക്കറിയില്ല, വിശുദ്ധ ഖുർആനിലില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞത് 4 ദീനാർ ആണ് അതിൻ്റെ ലിമിറ്റ് പറഞ്ഞു. അതിന് കൂടുതൽ കട്ട ആൾക്ക് മാത്രം കൈ മുറിക്കേണ്ടത് ഇവിടുന്നാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മനസ്സിലായി എന്നുള്ള. അതുപോലെ ക്രിസ്ത്യാനികൾ ആയത്ത് കൊണ്ടുവരാറുണ്ട്, എന്ത്, നെഹ്നു അഖ്റബു മിൻ ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ജീവനാടിയേക്കാളും ഞങ്ങൾ, നെഹ്നു എന്നല്ലേ അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ നെഹ്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്നും കൂടിയ ദൈവമായ ഞങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞതെന്ന്. പക്ഷെ നമുക്ക് ഈ നെഹ്നുവിൻ്റെ അർത്ഥം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു വന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ നെഹ്നു എന്നത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന് അതിലൂടെ മനസ്സിലാകും. ഖാത്തമുൽ അംബിയ, ഈ നമ്മളുടെ ഈ ഇവരുണ്ടല്ലോ ഖാദിയാനി സുഹൃത്തുക്കൾ, ഖാദിയാനികൾ പറയുന്നത് ഖാത്തമുൽ അംബിയ, അത് പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ ഖാത്തമിന് വേറൊരു അർത്ഥം എന്താണ്, മോതിരം എന്നാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു മോതിരമാണ് മുഹമ്മദ് നബി. അതിന് ശേഷം വേറൊരാൾ കൂടി വരാണ്ട്, അതാണ് എന്ത്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ. ഇതാണ് അവർ പറയുന്ന അർത്ഥം. അപ്പോൾ ഈ പറയുന്ന അർത്ഥം സ്വീകാര്യയോഗ്യമാണോ? അല്ല. എന്തുകൊണ്ട്? എന്താണ് ഈ ഖാത്തമുൽ അംബിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മളുടെ മുമ്പിൽ കൃത്യമായ തെളിവുണ്ട്. അത് മഹജ്ജത്തുൽ ബൈദ, അത് വളരെ കൃത്യമായ വെളുത്ത ഒരു വഴിയായി നമ്മളുടെ മുമ്പിലുണ്ട്. ലൈലുഹ കനഹാരിഹ, രാവും പകലും ഒരുപോലെ വ്യക്തമായ ഒരു വഴി നമ്മളുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന്. അതുപോലെ ചില ആളുകൾ ഓതി, മുസ്ലിംമാർ ഓതി, എന്ത്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിന, മുമ്പുള്ള പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണല്ലോ അവിടെ പറഞ്ഞ്. പക്ഷെ അത് മുഴുവൻ ഓതിക്കഴിഞ്ഞാൽ എന്തായി, അവിടെ പൊളിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഓതിയിട്ട് എങ്ങനെയാണ് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതെന്ന്, ജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹ യഅ്ബുദൂൻ, അള്ളാഹനെ കൂടാതെ വേറെ ആലിഹത്തുണ്ടോ ആരാധിക്കപ്പെടുന്നത്? ഇല്ല. തൗഹീദ് ഉറപ്പിക്കാൻ പറഞ്ഞ ആയത്താണ് എന്ത് ചെയ്തത്, വേറുള്ള നബിമാരോടും വേണമെങ്കിൽ ചോദിക്കാം, അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് തെളിവ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ സഹാബത്ത് പറഞ്ഞ ഈ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വന്നാൽ, സഹാബത്ത് മനസ്സിലാക്കിയ രീതിയിലേക്ക് നമ്മൾ വന്നാൽ മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാ തർക്കങ്ങളും അവസാനിക്കും എന്നതാണ്. അവസാനമായി ഒരു ഖേദപ്രകടനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വയൗമ യഅദ്ദു ദ്ദാലിം അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു അക്രമിയായുള്ള അയാൾ വളരെ സങ്കടത്തിൽ വ്യസനഭാരത്താൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എപ്പോൾ? പരലോകത്ത് തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയുന്നത്, യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, ഈ റസൂലിൻ്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചു എന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ലൈറ്റ് നമുക്ക് കിട്ടേണ്ടത് റസൂലുള്ളാഹി എങ്ങനെയാണോ അത് വിശദീകരിച്ചു തന്നത് അതിലൂടെയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഒരു ആൾ പരലോകത്ത് പറയുന്ന ഒരു അക്രമിയുടെ ശബ്ദമാണ്. എന്നിട്ട് പറഞ്ഞു, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ കഷ്ടമേ, ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ. ഒരാളെ ഞാനൊരു ഫ്രണ്ടായി സ്വീകരിച്ചു, ആകെ കഷ്ടമായി. അയാൾ പറഞ്ഞതനുസരിച്ചാണ് എൻ്റെ വിശ്വാസം, അയാൾ പറഞ്ഞതനുസരിച്ചാണ് എൻ്റെ കർമ്മം. അപ്പം ഇന്ന ഷെയ്ഖിൻ്റെ കൂടെ ഞാൻ പോയതോടുകൂടി എൻ്റെ കഷ്ടമാണ്. കാരണം എന്താ, വിശുദ്ധ ഖുർആനിൽ പറയുന്നതല്ല അയാൾ പഠിപ്പിക്കുന്നത്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള വിശദീകരണമാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. നമ്മളുടെ സുഹൃത്തുക്കളായി അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, അവരുടെ റിയൽ സോഴ്സസ് ഓഫ് നോളജ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് വന്ന സ്വഹീഹായ ഹദീസുകളാണ് എന്ന് ഉറപ്പുവരുത്തൽ നമ്മളുടെ ബാധ്യത. ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, എനിക്ക് ബോധനം വന്നെത്തിയതിന് ശേഷം അവൻ എന്നെ അതിൽ നിന്ന് വഴിപിടിപ്പിച്ചു കളഞ്ഞല്ലോ, പിശാച് മനുഷ്യനെ കൈവെടിയുന്നവനാണ്. അപ്പോൾ ദിക്ർ കിട്ടി, എല്ലാ സത്യ മാർഗദർശനമൊക്കെ കിട്ടി മനസ്സിലാക്കിയതിന് ശേഷം ഒരാൾ വഴിപിഴച്ചു പോയി.
ആ വഴി പിഴച്ചു പോയതെന്താണ്? ഒരാൾ അയാളെ ഡയറക്ഷൻ മാറ്റി വേറെ ഏതോ തലത്തിലേക്ക് അയാളെത്തി ഈ ഇസ്ലാം ദീനിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി. എന്നിട്ട് പറഞ്ഞത് വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ പറയുകയാണെന്ത്, എൻ്റെ രക്ഷിതാവേ, എൻ്റെ ജനങ്ങൾ ഈ ഖുർആന് വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു. ഈ മഹ്ജൂറ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ വിശദീകരണം. ഹത്താ ലാ യസ്മഊഹു ഫഹാദാ മിൻ ഹജ്റാനിഹി. ഒരു വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കാൻ സന്നദ്ധനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ ഖുർആനെ അഗണ്യകോടിയിൽ തള്ളിയ, അതിനെ ഉപേക്ഷിച്ചവനെ പോലെയാണ് അവൻ. ഒന്ന്, വതറക ഇൽമുഹു വഹിഫ്ളുഹു അയ്ളൻ മിൻ ഹജ്റാനിഹി. ഒരാൾ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാൻ തയ്യാറാവാത്ത ഒരാൾ, അല്ലെങ്കിലോ വിശുദ്ധ ഖുർആനിൽ നിന്നും ഇൽമെടുക്കാൻ, അറിവിനെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾ, അയാളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് മഹ്ജൂറ, വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതിൽ അത് പെടും എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല പറയാണ്. മൂന്നാമത്തത് വതർക്കുൽ ഈമാനി ബിഹി വതസ്ദീഖിഹി മിൻ ഹജ്റാനിഹി. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരാൾക്കത് വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിൽ, അയാൾക്ക് പൂർണ്ണമായും അത് സത്യപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ അതെന്താണ്? വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചവനെ പോലെയാണ്, ഹജ്റാനിൽ പെട്ടതാണെന്ന്. വതർക്കു തദബ്ബുരിഹി വതഫ്ഹുമിഹി മിൻ ഹജ്റാനിഹി. ഇനിയോ വിശുദ്ധ ഖുർആൻ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ തയ്യാറില്ലാത്ത ഒരാൾ, അത് മനസ്സിലാക്കാൻ തയ്യാറില്ലാത്ത ഒരാൾ, അതെന്താണ്? അതും ഹജ്റാനാണ്, അത് വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. വതർക്കുൽ അമലു ബിഹി വഇംതിസാലി ഔ അവാമിരിഹി വജ്തിനാബി സവാജിരിഹി മിൻ ഹജ്റാനിഹി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിൽ അമൽ ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയുക, ഇതും എന്താണ്? അതിനും തയ്യാറല്ലാത്ത ഒരാൾ വിശുദ്ധ ഖുർആനെ ഉപേക്ഷിച്ചവനെ പോലെയാണ്. വൽ അദൂലു അൻഹു ഇല ഗൈരിഹി മിൻ ഹജ്റാനിഹി. ഇതിനൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ സംഗതിയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആനെ ഉപേക്ഷിക്കലാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട വിഷയം. ഇപ്പോൾ ഖുർആൻ പഠനത്തിന് താല്പര്യപ്പെട്ടു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും അത് ഹിഫ്ള് മാത്രമാണ്, അല്ലെങ്കിൽ തജ്വീദ് മാത്രമാണ്, ഓതാൻ കഴിയണം, അത്യാവശ്യം മനപ്പാടമാക്കണം എന്നതിലപ്പുറം ഖുർആനെ അപ്രോച്ച് ചെയ്യാത്തവരാണ്. പക്ഷെ നമുക്കൊരു മെഷീൻ കിട്ടിയാൽ അതിന് കൃത്യമായ മാനുവൽ വെച്ചിട്ട് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ നമ്മളുടെ ലൈഫിനുള്ള കൃത്യമായ മാനുവലാണ്. ഈ മാനുവൽ മനസ്സിലാക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കുള്ള എന്താണ് സമ്മാനം? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയൻ യർജൂന തിജാറതൻ ലൻ തബൂർ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം ഉറപ്രകാരം നിസ്കരിക്കുകയും കൊടുത്തതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്, നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. യുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ. അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ അവൻ പൂർത്തിയാക്കി കൊടുക്കുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അവൻ അവർക്ക് കൂടുതലായി നൽകാനും വേണ്ടി തീർച്ചയായും അവൻ ഏറെ പൊറിക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു, ഒരുപാട് വരകൾ സൈഡിലേക്കൊക്കെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്താണ്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ കയറി വന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായാണ്. വീട് വെക്കണം, പണം സമ്പാദിക്കണം, ഒരുപാട് ഭൗതികമായ സ്വപ്നങ്ങളുമായി കടന്നു വന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? മരണം വെത്തുന്നത്. റസൂലുള്ളാഹി ഒരു വര വരച്ചു. അതോടുകൂടി അവൻ്റെ എല്ലാ പ്രതീക്ഷകളും നിലച്ചു. അവൻ്റെ ഈ ലോകത്തുള്ള അവൻ്റെ എല്ലാ പ്രതീക്ഷകളും ഈ ഒരു വരയോടുകൂടി നിലച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലൈനാണിത്. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും സന്തോഷപൂർവ്വം നമ്മളിവിടെ ജീവിക്കുന്നു? കാരണം എന്താ? ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, പക്ഷേ ഡേറ്റ് ഓഫ് ഡെത്ത് നമുക്കറിയില്ല. 4 വർഷത്തെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരാൾ 3 വർഷം കഴിഞ്ഞിട്ട് അയാൾ മരിക്കുമെന്ന് അറിയെങ്കിൽ ഒരിക്കലും അയാൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യില്ലല്ലോ. ലൈഫ് വളരെ സ്മൂത്താകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിൽ ഒന്നാണെന്ത്? എന്ന് മരിക്കുമെന്ന് അറിയില്ല. അപ്പം ഈ ചിന്ത കൊണ്ട് മാത്രമാണ് ഇനിയും ഒരുപാട് കാലമുണ്ട്. നമുക്കൊരു ചെറിയൊരു ഇമാജിനേഷൻ, 2100, ഇത് 2017.
2100 എന്ന് പറഞ്ഞൊരു വർഷം നമുക്കൊക്കെ അറിയാം, ഈ ഇരിക്കുന്ന ആളുകൾ ആരും തന്നെ അതിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സമയം വരാനുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ആ സമയത്തെക്കുറിച്ചാണ്. ഈ ദുനിയാവെന്ന് നമ്മൾ ഇവിടുന്ന് ഫൈനൽ എക്സിറ്റ് പോകുന്നത് ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ ദുനിയാവുന്നൊരു ഫൈനൽ എക്സിറ്റ് ഉണ്ട്, അത് എന്നാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ഈ തഖ്വയെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം, അതാണ് തഖ്വ. വൽ അമലു ബിത്തൻസീൽ, ഇറക്കപ്പെട്ട വേദഗ്രന്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ മുഖേന അവതരിച്ചതിൽ അതിന് മേൽ അമല് ചെയ്യൽ, അതാണ് തഖ്വ. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ഇവിടുന്ന് ഫൈനൽ എക്സിറ്റ് പോകാനുള്ള ആ ദിവസത്തിന് ഏതൊരു സമയവും സന്നദ്ധനായിരിക്കുക, ഏത് സമയവും മരണത്തിന് സന്നദ്ധനായിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ തഖ്വയുടെ ലക്ഷണമാണ്. അലി റളിയല്ലാഹു അൻഹു തഖ്വയുടെ താരീഫ് പറഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞത് വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സന്നദ്ധത, ഇതാണ് തഖ്വ എന്ന് മൊത്തത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ ഈ ഒരു സ്ലൈഡോട് കൂടി അവസാനിക്കുകയാണ്. നമ്മളുടെ ലൈഫ് ജേണിയെക്കുറിച്ചുള്ള ഒരൊറ്റ സ്ലൈഡാണ്. ജനിക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ മാസങ്ങൾ, അതിന് മുമ്പ് നമുക്കറിയില്ല, നമ്മളൊരു ഷെയ്ഉം മദ്കൂറ, പറയപ്പെടുന്നൊരു വസ്തുവല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, മനുഷ്യന് പറയപ്പെടാവുന്ന ഒരു എൻറ്റിറ്റി അല്ലാത്ത ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നാ. അത് കഴിഞ്ഞു 7 വയസ്സായി നമ്മൾ നമസ്കാരം തുടങ്ങി, 10 വയസ്സായി നിർബന്ധപൂർവ്വം നമസ്കാരം തുടങ്ങി, പ്രായപൂർത്തി എത്തി, അത് കഴിഞ്ഞു ലൈഫ് ജേണി മുന്നോട്ട് പോവാണ്. നേരത്തെ സുഹൃത്ത് ഇബ്രാഹിം പൊറ്റങ്കൽ പറഞ്ഞ പോലെ 40 ആവുമ്പം അതൊരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം എന്താ, നമ്മൾക്ക് അതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഡെക്ലിനേഷൻ തുടങ്ങി. കണ്ണ് പരിശോധിക്കാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം എന്താ, നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞോന്നാ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ കാഴ്ച കീഴ്പോട്ടാ. അതുപോലെ ഏതൊരു വിഷയത്തിലും ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം 40 ഈസ് എ ക്രിട്ടിക്കൽ ഏജ്. അപ്പോൾ ഈ 40 എത്തുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകാവുന്ന മനസ്സിലുണ്ടാകാവുന്ന ഒരു പ്രകടനത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ മക്കളെക്കുറിച്ച് ആലോചിക്കും, വാപ്പാനെക്കുറിച്ച് ആലോചിക്കും. ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ആ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞു മരണം, ഏത് സമയമാണ് നമുക്കറിയില്ല. അതിനുശേഷം വരുന്ന ബർസഖിയായ ജീവിതം, മഹ്ശർ, അതുപോലെ വരുന്ന ഹിസാബ്, എന്നിട്ടോ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടും. ഒരു ആടിനെ കൊണ്ടുവരപ്പെടും, എന്നിട്ട് പരലോകത്ത് അത് എല്ലാവരും കാണുക, അതിനറുക്കും. ഇത് മരണമാണ്. ഇതോടുകൂടി മരണം അവസാനിച്ചു. അനന്തമായി നീളുന്ന ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ഒരു ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളൊക്കെ. ഈ ദുനിയാവിൽ എന്ത് നമ്മൾ തയ്യാറാക്കി വെച്ചു, നമ്മളുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ നമ്മളുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്താൻ സാധിക്കും, ഈ ആഖിറത്തിന് വേണ്ടിയിട്ട് എന്ത് നമ്മൾ ഇവിടെ അധ്വാനിച്ചു. ഈ വിശുദ്ധ ഖുർആന് ഹജ്ർ ചെയ്യുന്നവരുടെ കൂടെപ്പെടാതെ ആ വിശുദ്ധ ഖുർആനെ ഏറ്റവും ഫലപ്രദമായി എൻ്റെ ആഖിറത്തിന് ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി, അതിൽ നിന്ന് എങ്ങനെ പ്രകാശം കിട്ടാൻ സാധിക്കും. നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയുന്ന പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സമഇ നൂറ വഫീ ബസരി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ വമിൻ അമാമി നൂറ വമിൻ ഖൽഫി നൂറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ പ്രകാശം അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടുള്ളൂ. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യും. ഇതിലൂടെ കിട്ടുന്നൊരു സൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? 7 ദിവസത്തെ പ്രകാശം. എവിടെ? നമ്മളുടെ സിറാത്ത് പാലത്തിലൂടെ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ 7 ദിവസത്തെ പ്രകാശം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം ലഭിക്കാൻ അള്ളാഹിൻ്റെ കലാമിനോടൊപ്പം നമ്മളുണ്ടാവണം. അത് ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.